ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കുന്നത്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഹബിനായാലും വേറെ പറയുന്നത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സർവീസും കൂടിയാണ് നമുക്ക് ടൈറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് സർവീസിൽ ടൈറ്റ് ചെയ്താലും ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കുകയും ചെയ്താൽ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ലൂസാവും, ചെറിയ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റും അതേപോലെ തന്നെ കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റും കോൺസെപ്റ്റും നമുക്ക് അത്യാവശ്യം മെയിനായിട്ട് മഴയുടെ പ്രോബ്ലം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ചെയിൻ സ്പോക്കറ്റൊക്കെ കംപ്ലയിൻറ്റ് വന്നത് ഏറ്റവും കൂടുതൽ മഴയത്താണ്, അതേപോലെ തന്നെ കോൺസെപ്റ്റും. അപ്പോൾ അത് രണ്ടും മഴ കഴിഞ്ഞിട്ട് മാറ്റിയാലും മതി, അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ കൂടിയും കൂടുതൽ ഉപയോഗിക്കാനായിട്ട് കിട്ടും. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് ബ്രേക്ക് പിടിക്കുമ്പോൾ സ്മൂത്തല്ല, ലോഡായിട്ടാണ് നിൽക്കണേ. അപ്പോൾ അതൊന്ന് മാറ്റിയിടുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ ഫ്രണ്ടിലത്തെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കമ്പനി ലൈനർ തന്നെ കിടക്കുന്നത്. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഷേക്ക് ഉണ്ട്. കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് കൂടാതെയുള്ള പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ അതും ചെറിയൊരു ഇളക്കം അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്തൊക്കെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കോൺസെപ്റ്റൊക്കെ മാറുമ്പോൾ ഫോർക്ക് ലീക്കിൻ്റെ കേസ് കൂടിയൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. പിന്നെ പറഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ടാണ്. ഹെഡ്ലൈറ്റിൻ്റെ ചില സമയങ്ങളിൽ ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഡിമ്മും ബ്രൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് തെളിയില്ല. അത് സ്വിച്ചുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ്. ഈ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ആ ലൈറ്റ് ഇടയ്ക്ക് കട്ടായി പോകാം. പിന്നെ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവ് പറഞ്ഞിട്ടുണ്ട്. വെട്ടക്കുറവ് മെയിനായിട്ട് നമുക്കുണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റിയതിന് ശേഷം നിങ്ങൾ ബൾബ് മാറ്റിയിട്ടാൽ മതി. കാരണം ഹെഡ്ലൈറ്റ് ഓൾറെഡി ഫെയ്ഡാണ്. ഹെഡ്ലൈറ്റ് ഫെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന് വെട്ടത്തിനെ ശരിക്കും ബാധിക്കും അത്. അപ്പോൾ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റാം. അതിന് ശേഷം കുറച്ചും കൂടി പവറുള്ള മോഡൽ ബൾബ് വരുന്നുണ്ട്. അത് മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വെട്ടം നമുക്ക് കിട്ടും. ഇപ്പോൾ ലൈറ്റ് തെളിയാത്തതിൻ്റെ റീസൺ സ്വിച്ചുമായി ബന്ധപ്പെട്ടാണ്. ഹെഡ്ലൈറ്റ് സ്വിച്ച് കംപ്ലയിൻ്റ് ആണ്. ഈ സ്വിച്ച് ഇട്ടാൽ ഏകദേശം ഒരു 350 രൂപ 400 രൂപ അടുത്ത് നമുക്ക് ഇതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ജനറൽ സർവീസിന് പുറമെയാണ് സ്വിച്ചൊക്കെ അഴിച്ച് മാറുമ്പോൾ അതിൻ്റെ ചാർജൊക്കെ വരുന്നത് അതിന് പുറമെ വേണ്ട കേസാണ് കേട്ടോ. എന്നാലും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ അതിനകത്തേക്ക് ഇടാം. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ അതുമേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ വോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട്. അതിനകത്ത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടണം. അതേപോലെ തന്നെ സ്വിച്ച് അസംബ്ലി നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടണം. ഹാൻഡിൽ ബാറിൻ്റെ സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബ്രേക്ക്, മറ്റേ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ വന്ന സ്വിച്ച് കേട്ടോ. അതടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണേ. അതേപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റാവും കേട്ടോ. വിളിക്കാതെ വരരുത്. കാരണം എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പോസ്റ്റ് ആവും. ഓക്കെ.